ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 സോഷ്യലിലെ തേർഡ് ചാപ്റ്റർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡ് ലൈറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന, പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് വഴിയും മാർഗദർശിയും, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഐ ഷൽ സ്ട്രൈവ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വിൽ റിലീസ് ഇന്ത്യ ഫ്രം ഓൾ thraldom and patronage, and give her in which the poorest shall feel that it is their country, in whose making they have an effective voice, and India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability and or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. Mahatma Gandhi, Young India, 1931. Have you read the above quote? Was it after independence that we started thinking about a constitution? അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. യങ് ഇന്ത്യ പത്രത്തിൽ കൊടുത്തിട്ടുള്ള കോട്ട്സ് ആണ് ഈ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിന്ത, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ള ചിന്ത നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണോ ഉണ്ടായത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കേണ്ടത് എന്നാണ് ഗാന്ധിജിയുടെ ഐഡിയാസ് എന്തെല്ലാമായിരുന്നു? അതാണ് നമുക്ക് താഴെ തന്നിരിക്കുന്ന പോയിന്റ്സ്. സോവേർജിനിറ്റി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, സെക്യുലറിസം, ലിബർട്ടി. സോവേർജിനിറ്റി പരമാധികാരം, ഈക്വാലിറ്റി സമത്വം, ഫെർട്ടേണിറ്റി സാഹോദര്യം, ജെൻഡർ ജസ്റ്റിസ് ലിംഗസമത്വം, സെക്യുലറിസം മതേതരത്വം, ലിബർട്ടി സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഡ്രീം ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമാണ് ഭരണഘടന. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, സംഘടിതമായിട്ട് ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സോൾജേഴ്സ്, ട്രൈബൽ കിങ്സ്, ഫ്യൂഡൽ ലോർഡ്സ്, പെസൻസ് ആൻഡ് മെനി അതർ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രഗിൾ. ഈ ഒരു സ്വാതന്ത്ര്യ സമര യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. കുറേ പട്ടാളക്കാരുണ്ടായിരുന്നു, ട്രൈബൽസ് ആദിവാസികളുണ്ടായിരുന്നു, കിങ്സ് രാജാക്കന്മാരുണ്ടായിരുന്നു, ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ടായിരുന്നു, പെസൻസ് കൃഷിക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കൂട്ടങ്ങളുണ്ടായിരുന്നു ഈ ഒരു സ്വാതന്ത്ര്യ സമരം പങ്കെടുക്കുന്നതിന് വേണ്ടി. ദിസ് മൂവ്മെന്റ് ഹെൽപ് ദ പീപ്പിൾ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഹാർമണി. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരം ജനങ്ങളുടെ ഇടയിൽ ഒരു ദേശീയത ഉണ്ടാക്കി. ദ സ്ട്രെങ്തനിങ് ഓഫ് നാഷണലിസം ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് മെനി റീജിയണൽ ഓർഗനൈസേഷൻ എഗെയിൻസ്റ്റ് ഫോറിൻ ഡോമിനേഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇപ്പം ഇന്ത്യയുടെ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. ദേശീയതയെ പ്രൊമോട്ട് ചെയ്യുന്ന, നാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന റീജിയണൽ ഓർഗനൈസേഷൻസ്, പ്രാദേശിക കൂട്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സർവജനിക് സഭ ആർ സം എക്സാമ്പിൾസ്. അപ്പോൾ ഇതെല്ലാമാണ് എക്സാമ്പിൾസ്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സർവജനിക് സഭ, ഇതെല്ലാമാണ് അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ എക്സാമ്പിളുകൾ. As distinct from such organization of regional nature, a national organization emerged in 1885 through the Indian National Congress. 1885 ഒരു ദേശീയമായിട്ടുള്ള സംഘടന ഉണ്ടായി. അതിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രാദേശിക സംഘടനകളാണ് മുകളിൽ പറഞ്ഞ സംഘടനകൾ. ഇത് ഒരു ദേശീയ സംഘടന, ഓൾ ഇന്ത്യ ബേസിട്ടുള്ള മുഴുവനായിട്ടുള്ള ഒരു സംഘടന. വിത്ത് ദാറ്റ് ദ ആൻറ്റി ബ്രിട്ടീഷ് എജിറ്റേഷൻസ് അറ്റ് ദ നാഷണൽ ലെവൽ അച്ചീവ്ഡ് ആൻ ഓർഗനൈസ്ഡ് ഡയമെൻഷൻസ്. അപ്പോൾ ഈ ഒരു ദേശീയ കക്ഷി വന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷിനെതിരായിട്ടുള്ള ആ ഒരു നാഷണൽ ലെവലിൽ ദേശീയ തലത്തിലുണ്ടായിരുന്ന ഒരു ഒപ്പോസിഷൻ അതിന് ഒരു ദേശീയ ഓർഗനൈസേഷൻ്റെ ഒരു തലത്തിലേക്ക് മാറി. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് വെയർ ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് വേരിയസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ടു ദ അറ്റൻഷൻ ഓഫ് ബ്രിട്ടീഷ് അതോറിറ്റീസ് ആൻഡ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണലിസം എമംഗ് ദ പീപ്പിൾ ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് റീജിയണൽ തിങ്കിങ്. ഒരു
പ്രാദേശികമായിട്ടുള്ള വേർതിരിവില്ലാതെ, ജാതിയുടെ വേർതിരിവില്ലാതെ, മതത്തിൻ്റെ വേർതിരിവില്ലാതെ എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു സംഘടനയുടെ ഉദ്ദേശം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ വാസ് നോട്ട് ഓൺലി ടു എൻഡ് ഫോറിൻ റൂൾ ബട്ട് ഓൾസോ ടു എൻഷുർ എ ബെറ്റർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഫോർ എവറി ഇന്ത്യൻ. അപ്പം പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് തുരത്തുക മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് നല്ല രീതിയിലുള്ള ഒരു സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതും കൂടിയാണ്. At each phase of struggle, the leadership has had different views, including moderate extremist nationalism. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പല ഘട്ടങ്ങളിലും നേതാക്കന്മാർ തമ്മിൽ തന്നെ ഒരു മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസം, അതായത് മോഡറേറ്റ് നാഷണലിസം എന്ന് പറഞ്ഞാൽ മിതമായ ദേശീയതയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്ന് രാജ്യത്തിനെ രക്ഷിക്കുക, അതുപോലെ കുറേ നിവേദനങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സമർപ്പിച്ചിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിവേദനങ്ങളിലൂടെ സമർപ്പിക്കുക, സമാധാനപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നിവയാണ് മോഡറേറ്റ് നാഷണലിസം എന്ന ഒരു രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളത് ദാദാഭായ് നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരാണ്. എന്നാൽ തീവ്രദേശീയത എന്നാണ് ഈ എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. എക്സ്ട്രീമിസ്റ്റ് നാഷണലിസം അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് സ്വരാജ്യം വേണം, സ്വരാജ് എന്നുള്ള ഒരു ടേമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബഹിഷ്കരണം, ബോയ്ക്കോട്ട് ചെയ്യുക, സ്വദേശി വസ്ത്രങ്ങളും വസ്തുക്കളും മാത്രം ഉപയോഗിക്കുക, സ്വദേശി പ്രസ്ഥാനം, നമ്മുടെ സ്വന്തം നാട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക, സ്വന്തം നാടിനുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം പരിഗണന കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പണിമുടക്ക് നടക്കുക, ആവശ്യമുണ്ടെങ്കിൽ പ്രതിഷേധം വരെ നടത്തുക എന്നിവയാണ് ഈ എക്സ്ട്രീമിസ്റ്റുകളുടെ രീതി. സജീവമായിട്ട് ഉള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ് ഇവരുടെ രീതി. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരാണ് ഈ എക്സ്ട്രീമിസ്റ്റ് നാഷണലിസത്തിൻ്റെ ആൾക്കാർ. However, the nationalist movement proceeded by upholding some basic ideas and values. എന്നിരുന്നാലും ഈ ദേശീയ പ്രസ്ഥാനം ചില മൂല്യങ്ങൾ അവരുടെ ബേസിക് ഐഡിയാസ് ആയിട്ട് ഉണ്ടായിരുന്നു. വിത്ത് ദ അഡ്വെന്റ് ഓഫ് ഗാന്ധി, the freedom movement transformed itself into a mass movement. Gandhiji's influence strengthened the demand for democracy based on social justice. അപ്പോൾ ഗാന്ധിജി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നതോടുകൂടി ഈ ഒരു പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിന് വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. ഗാന്ധിജിയുടെ ഒരു ഇൻഫ്ലുവൻസ് മൂലം ഡെമോക്രസി എന്നുള്ള ഒരു ഐഡിയ, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിയും ഡെമോക്രസി, ജനാധിപത്യം എന്ന ആശയവുമൊക്കെ ഈ ദേശീയതയിൽ കൂട്ടിച്ചേർത്തു. The leaders wished that the ideas and values of freedom, equality, based on social justice, brotherhood and religious harmony put forward by the national movement should be foundations of our constitution. അപ്പോൾ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ദേശീയത, അതുപോലെ ഫ്രീഡം, സ്വാതന്ത്ര്യം, തുല്യത, സാഹോദര്യം സാമൂഹിക നീതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം എന്ന് തീരുമാനിച്ചു. ദീസ് വ്യൂസ് ഇൻഫ്ലുവൻസ് ദ ഫ്രെയിമിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടന എന്നുള്ള ആശയം, ഭരണഘടന രൂപകൽപ്പന ചെയ്യണമെന്നുള്ള ആശയത്തിന് ആധാരമായിട്ടുള്ളത്. ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻ. താഴെ നമുക്കൊരു പിക്ചർ വന്നിട്ടുണ്ട്, അതിനുള്ള കൺക്ലൂഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിലീജിയസ് ഹാർമണി, ബ്രദർഹുഡ്, ഡെമോക്രസി, വെൽഫെയർ, ജസ്റ്റിസ്, സെക്യുലറിസം, ഈക്വാലിറ്റി, ഫ്രീഡം ടു ഓൾ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിളുകളും സ്കെഡ്യൂളുകളും പറയുന്ന കാര്യങ്ങൾ. ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി, സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷുർഡ്, ഓൾ റിലീജിയൻ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്, സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷുർഡ്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്, എൻഷുറിംഗ് ദാറ്റ് ഓൾ സിറ്റിസൺ ആർ ഈക്വൽ ബിഫോർ ലോ, എൻഷുറിംഗ് വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. ഇതെല്ലാമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വ്യൂസ്. അപ്പോൾ ഇതൊന്ന് പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കേം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവാലുവേറ്റ്, അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാമാണ് ഇതിൻ്റെ ആൻസർ. പ്രിക്വേഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ മുൻഗാമി. Didn't we get freedom on 15th August 1947? But Constitution came into force on 26 January 1950. Why?
എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാതിരുന്നത്? 3 വർഷം കഴിഞ്ഞ് 1950 നമ്മൾ 26 ജനുവരിയിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നത്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാകും അല്ലേ? ദെൻ വാട്ട് വാസ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ ഫോർ 2.5 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തിരുന്ന നിയമങ്ങൾ, അതുപോലെ ഭരണഘടന, അതൊക്കെ എന്തായിരുന്നു? ആ 2.5 വർഷം നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്? അപ്പോൾ ആ ഒരു ഡൗട്ടിനുള്ള ആൻസറാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് India Act passed by the British in 1935 until we became republic. റിപ്പബ്ലിക് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 1935 1935 സ്വാതന്ത്ര്യം കിട്ടുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ, 47 സ്വാതന്ത്ര്യം കിട്ടിയത്, അതിന് മുന്നേ തന്നെ 35 തന്നെ നമ്മൾ ഇന്ത്യൻ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാരെ കൊണ്ട് പാസ്സാക്കിപ്പിച്ചായിരുന്നു. മെനി ഐഡിയാസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വെർ ടേക്കൻ ഫ്രം ദിസ് ആക്ട്. ഈ ഒരു ആക്ടിൽ നിന്നാണ് കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ നിയമങ്ങളും അതുപോലെ ഓരോ പോയിന്റ്സുകളും എടുത്തിരിക്കുന്നത് ഈ ഒരു ആക്ടിൽ നിന്നും കൂടിയാണ്. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബൈ ഒബ്സർവിംഗ് ദ ഫിഗർ ബിലോ. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമുക്ക് താഴെയുള്ളത്. ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഇൻ 6 provinces, ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെൻറ്റർ, 325 sections and 10 schedules, special constituencies for weaker sections, women and workers, power divided between the center and the provinces. അതായത് ബൈക്യാമറൽ എന്ന് പറഞ്ഞാൽ ദ്വിമണ്ഡലം, 2 മണ്ഡലങ്ങളായിട്ടാണ് നമ്മൾ ഭരണം നടത്തുന്നത്, രാജ്യസഭയും ലോകസഭയുമായിട്ട്. രാജ്യസഭ നമുക്കുള്ളത് ഏതിനാണ്? സ്റ്റേറ്റുകൾക്കാണ്. ലോകസഭ മൊത്തം രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതാണ്. ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെൻറ്റർ, നമുക്ക് ബൈക്യാമറൽ, ഇതുപോലെ തന്നെ രാജ്യസഭയും ലോകസഭയുമുള്ള ഭരണമാണ് നമ്മൾ സെൻറ്ററിൽ കാഴ്ചവെക്കുന്നത്. 321 സെക്ഷൻസും 10 സ്കെഡ്യൂളുകളും ഉണ്ട്. ഓരോ കാര്യത്തിനും ഓരോ സെക്ഷൻ ഉണ്ട്. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസി ഫോർ വീക്കർ സെക്ഷൻ, അവശ്യ വിഭാഗങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉറപ്പാക്കും. സ്ത്രീകൾക്കും ജോലിക്കാർക്കും വേണ്ടിയിട്ട്, തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗങ്ങളുണ്ട്. പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് പ്രൊവിൻസസ്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ടാകും, പ്രൊവിൻസും ഉണ്ടാകും. പ്രൊവിൻസ് പണ്ട് കാലത്ത് പ്രൊവിൻസസ് ആയിരുന്നു. മദ്രാസ് പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസ്, ഈസ്റ്റേൺ പ്രൊവിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴാണ് നമ്മളത് സ്റ്റേറ്റുകളാക്കി മാറ്റിയത്. സ്റ്റേറ്റുകളാക്കിയത് എങ്ങനെയാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേറ്റുകളാക്കി തിരിച്ചു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഓരോ ഭരണ പ്രദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേർഡ്സ് ഫ്രെയിമിങ്. അപ്പോൾ ഭരണഘടന എഴുതി ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു റഫ് കോപ്പി ഉണ്ടാക്കി അതിൽ നിന്നും ആവശ്യമുള്ള മിക്ക രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് അതിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. എക്സ്പ്ലെയിൻ ദ കീ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കീ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days, 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തെടുത്തത്. ഫസ്റ്റ് മീറ്റിംഗ് 9 December 1946, 1946 December 9 ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ദി ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ചെയർമാനായിട്ട് ഇലക്ട് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949. 1949 കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നല്ലത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് അതിൻ്റെ ഒരു റഫ് കോപ്പി ഉണ്ടാക്കി അത് സൈൻ ചെയ്തത്. കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 January 1950. ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക്. അപ്പോൾ 1950 ഇത് റിപ്പബ്ലിക് ആയത്, അതുപോലെ ഭരണഘടന നടപ്പിലായത്. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ആണ് ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് BR അംബേദ്കറിനെ കുറിച്ചുള്ളൊരു പാരഗ്രാഫാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് താഴെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഡൈവേഴ്സ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950 ഹാസ് 22 parts, 395 articles, 8 schedules. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ദ ലെജിസ്ലേറ്റീവ് കൺട്രോൾസ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്?
നമ്മൾ ജയിപ്പിച്ച് വിടുന്ന നേതാക്കന്മാരാണ്, മന്ത്രിമാരാണ് അല്ലേ. അതാണ് ആദ്യത്തെ റൂൾസ്. രണ്ടാമത്തത് പോപ്പുലർ സോവേർജിനിറ്റി. ഓൾ ദ പവർ ഓഫ് നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. ജനങ്ങളാണ് ഈ നേതാക്കന്മാർക്ക് അവരുടെ പവർ കൊടുക്കുന്നത്. ജനങ്ങളുടെ കയ്യിലാണ് ആര് ജയിക്കണം ആര് തോക്കണം എന്നുള്ള പവർ ഇരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ പൗരനും അവരുടേതായിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓഫ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഓരോ പൗരനും രാജ്യത്തോട് ചില കടമകളുണ്ട്. ആ കടമകളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പെടുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ. ഡയറക്ഷൻസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ഭരണകർത്താക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും ഭരണകർത്താക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓൾ സിറ്റിസൺസ് ആർ സബ്ജക്റ്റഡ് ടു ലോ. നോ വൺ ഈസ് എബവ് ദ ലോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ആരും നിയമത്തിനേക്കാളും മുകളിലല്ല. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി. റൈറ്റ് ടു വോട്ട് ഗിവൻ ടു ഓൾ ഹു അറ്റൈൻ എ പർട്ടിക്കുലർ ഏജ്. ഒരു പ്രത്യേക പ്രായപരിധിയുടെ മുകളിലുള്ള ആളുകൾ, നമുക്ക് ഇന്ത്യയിൽ 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. The judicial system is independent of the legislative and executives. ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ ആരെയും നോക്കാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നീതി നടപ്പാക്കുക. ഫെഡറലിസം. എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ഈ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സെൻറ്ററും സ്റ്റേറ്റും, സ്റ്റേറ്റിലുള്ള ഭരണകർത്താക്കളും സെൻറ്ററിലുള്ള ഭരണകർത്താക്കളും തമ്മിലുള്ള ഒരു ഡിവിഷനാണ് കാണിക്കുന്നത്. സ്റ്റേറ്റിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് നോക്കും, പക്ഷെ ചില കാര്യങ്ങൾ മാത്രം അത് സെൻട്രലാണ് നോക്കുന്നത്. സെൻറ്ററിലുള്ള ആളുകൾ മേൽനോട്ടം വഹിക്കുന്ന പല കാര്യങ്ങളും സ്റ്റേറ്റിൽ ഉണ്ടാവാറുണ്ട്. സിംഗിൾ സിറ്റിസൺഷിപ്പ്. ദർ ഇസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ കൺട്രി. ദർ ഇസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്. സ്റ്റേറ്റിനും കൺട്രിക്കും 2 സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ 2 പൗരത്വമൊന്നും ഇല്ല, ഒരൊറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ആ കൺട്രിയുടെയാണ്, രാജ്യത്തിൻ്റെ പൗരത്വമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ഒരു ഹാപ്പി ഫേസ് സാഡ് ഫേസ് വരക്കാനുള്ള ആക്ടിവിറ്റിയാണ്. അവർ കോർട്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്. റോങ് ആണ്. സർട്ടൻ പവേഴ്സ് ആർ വെസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. കറക്റ്റാണ്. എവറി വൺ ഹൂ ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്. അത് കറക്റ്റാണ്. നോ വൺ ഈസ് എബോവ് ദ ലോ. കറക്റ്റാണ്. പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. റോങ് ആണ്. ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവേർജിൻ. റൈറ്റ് ആണ്. As we have rights, so we have duties too. Right? No one has control over our rules. അത് റോങ് ആണ്. സോഴ്സസ് ഓഫ് ലോ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫണ്ടമെൻ്റൽ ലോ ഓഫ് നേഷൻ. അപ്പോൾ ഏതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ലോ? അത് അവർ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി the boundaries within which government can make and enforce law are decided by our constitution, which holds the position as the supreme system and source of law. അപ്പോൾ നമ്മുടെ ഭരണഘടന എവിടെയൊക്കെ വരെയാണ് പ്രാബല്യത്തിൽ ഉള്ളത്, നമ്മുടെ ബൗണ്ടറീസിന് ഉള്ളിൽ നമ്മുടെ ഭരണഘടന നടപ്പാക്കാനുള്ള അവകാശം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ ദ ലോസ് മെൻഷൻ എബവ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് പ്രാബല്യത്തിലുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ലാൻഡ് റിഫോംസ് ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ലേബർ ലോ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഇപ്പോൾ ഇതിനകത്ത് കുട്ടികളെ ബാധിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ലോ ഏതെല്ലാമാണെന്ന് നോക്കാം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ലോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഇതെല്ലാമാണ്. ഇനി കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെയുള്ള റൈറ്റ്സ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ 1989 കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് aims to prevent sexual violence against children and to ensure appropriate punishment to the perpetrators. അപ്പോൾ ഈ സെക്ഷൽ വയലൻസ്, കുട്ടികളുടെ നേരിലുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് എതിരെയാണ് ഈ ഒരു നിയമം നടപ്പാക്കിയിരിക്കുന്നത്. 1989 ഒരു കൺവെൻഷണൽ നിയമം നടപ്പാക്കിയിരിക്കുന്നത്. പോസ്കോ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നിയമം ഉള്ളൊരു ലോയാണ് പോസ്കോ നിയമം. ഈ പോസ്കോ നിയമത്തിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള
സെക്ഷൽ വയലൻസുകൾ, ലൈംഗികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ആ ചെയ്ത വ്യക്തിക്ക് പോസ്കോ നിയമപ്രകാരം നാടുകടത്തലോ കുറേ നാളുകളോളം ഉള്ള ജയിൽവാസം ഒക്കെയാണ് നമുക്ക് ശിക്ഷകൾ ലഭിക്കുക. ദ ലോ കൺസിഡർ ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 18 ആസ് ചിൽഡ്രൻ. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് നിയമം കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ലോ? എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലിവ് സേഫ്ലി വിതൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. എ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ അൺകംഫർട്ടബിൾ ആൻഡ് അൺസേഫ് ടച്ചസ്, ലുക്സ്, ആക്ഷൻസ് എക്സെട്ര ഫ്രം എനി പേഴ്സൺ. ഒരു കുട്ടിക്ക് സുരക്ഷിതത്വത്തോടെ ഭയമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി അവൻ്റെ ചുറ്റുപാടിൽ കംഫർട്ടബിൾ അല്ല, സുരക്ഷിതനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു നിയമം ആണ് ഈ പോസ്കോ ആക്റ്റുകളും അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് അവന് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ അവന് നോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവണം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ് ഈ പോസ്കോ നിയമങ്ങളിലും ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങളിലും ഒക്കെ ഉള്ളത്. The law state that cases of sexual assault are to be reported under Section 19 to Special Juvenile Police Unit or the local police. Offences handling POSCO cases are known as the Child Welfare പോലീസ് ഓഫീസേഴ്സ്. ഇപ്പോൾ ഈ പോസ്കോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്, CWPO. ആദ്യം തന്നെ നമ്മൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ഈ പരാതിയിൽ നിന്നും നമ്മൾ അവിടെ നിന്നാണ് ആ ചൈൽഡ് വെൽഫെയർ പോലീസിൻ്റെ കയ്യിലേക്ക് കേസ് കൈമാറുന്നത്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഹാസ് സെറ്റപ്പ് എ മൈനോറിറ്റി സിസ്റ്റം പോസ്കോ മോണിറ്ററിംഗ് സെൽ അണ്ടർ സെക്ഷൻ 44 ഓഫ് പോസ്കോ ആക്ട്. പോസ്കോ ആക്ടിലെ സെക്ഷൻ 44 ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. മോണിറ്ററിംഗ് സെൽ എന്ന് പറഞ്ഞിട്ട് മോണിറ്ററിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കമ്മീഷനാണ് ഇത് വെച്ചിരിക്കുന്നത്. ദ ആക്ട് എൻഷുർ സിവിയർ പണിഷ്മെൻറ്റ് ടു എനി വൺ ഹു ഇൻഡൽജ് ഇൻ പോസ്കോ ഒഫൻസസ്. ഏതെങ്കിലും വ്യക്തികൾ ഈ പോസ്കോ കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷകളാണ് വിധിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അടുത്തത്. അപ്പാർട്ട് ഫ്രം ബീങ് ദ സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ, വാട്ട് ആർ അതർ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോംസ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ മറ്റു സംവിധാനങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിറ്റിസൻ്റെ പൗരൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ നടപ്പിലാക്കുന്നുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി എന്തെല്ലാമാണ്? അതുപോലെ മൂന്നാമത്തേതുള്ളത് ബേസിക് വാല്യൂസ് ഐഡിയാസ് ഓഫ് നേഷൻ. രാജ്യത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള മൂല്യങ്ങൾ എന്തെല്ലാമാണ്? മൂല്യച്യുതി സംഭവിക്കുന്നുണ്ടോ? സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ടൈറണി ആൻഡ് അബ്യൂസ് ഓഫ് പവേഴ്സ്. ഈ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടോ? അവർ തട്ടിപ്പുകൾ നടത്തുന്നുണ്ടോ? ഹവാലകൾ നടത്തുന്നുണ്ടോ? അതെല്ലാം നോക്കുകയൊക്കെ ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പണി. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡയറക്ട്സ് എ നേഷൻ. രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുക എന്നിവയെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പ്ലക്കാർഡ്സ് ഉണ്ടാക്കാനാണ്. അതിന് ഞാൻ കുറച്ച് സാമ്പിളായിട്ടുള്ള പ്ലക്കാർഡ്സിൻ്റെ ക്യാപ്ഷൻസ് എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് ചേഞ്ചസ് ഇൻ ആൻഡ് സെറ്റ് റൈറ്റ്, അതായത് ചില അമെൻമെൻറ്റുകൾ, ചില കൂട്ടിച്ചേർക്കലുകളും അഴിച്ചുപണികളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ ഇത് ഏതെല്ലാമാണെന്ന് നോക്കാം. January 26, 1950, Constitution of India came into force. 1951, the number of schedules increased to 9. ആദ്യം 8 ആയിരുന്നു, ഇപ്പം 9 ആക്കി. നെക്സ്റ്റ് വന്നിട്ട് 1976, സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻ്റഗ്രിറ്റി വെയർ ആഡഡ്. സോഷ്യലിസം, സെക്യുലറിസം, ഇൻ്റഗ്രിറ്റി ഇത് മൂന്നെണ്ണം ആഡ് ചെയ്തു. In 1978, the right to property is no longer a fundamental right. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, അതെടുത്ത് മാറ്റി. 1992, പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്. പഞ്ചായത്തി രാജുകളെയൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷനുകളാക്കി മാറ്റി. ആ ഒരു അമെൻമെൻറ്റ് അവിടെ വന്നു. അത് കഴിഞ്ഞിട്ടുള്ള അമെൻമെൻറ്റ് 2002 എഡ്യൂക്കേഷൻ ബിക്കെയിം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. വിദ്യാഭ്യാസം ഒരു പ്രാഥമിക ആവശ്യം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറ്റി. 2016 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുകൾ, GSTകൾ
നടപ്പിലാക്കി. 2016 റൈറ്റ് അബൌട്ട് ദ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഹിയർ. ഇപ്പോഴത്തെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്താണെന്ന് അവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നാരി ശക്തിയാണ് അതിൻ്റെ ഒരെണ്ണം അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ 2 അമെൻമെൻറ്റ് രാജ്യസഭയിൽ ഇപ്പോഴും ബില്ലായി തന്നെ കിടക്കുകയാണ്, അത് പാസ്സാക്കിയിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് വിച്ച് ഐഡിയാസ് വെർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976? സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു ഫോർത്ത്? 26 January 1950. What was the first amendment made in the constitution in which year? Amendment 1, 1951. Number of schedules increased to 9. How long did the right to property remain a fundamental right in India? Till 1978. Is education a fundamental right in India? Since when? Yes, 2002, education fundamental right. How many times has the Indian constitution been amendment so far? 106 times ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 129 times അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നാണ് ഗൂഗിള് പറഞ്ഞത്. Our constitution changes from time to time. Constitution amendment is the process of making changes in constitution as per the changing social demand. The constitution itself explains how amendments can be made. According to Article 368, Parliament has the power to amend constitution, but the basic structure of the constitution should not be amended. ഈ അമെൻമെൻറ്റുകളും മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുക? പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആ ബില്ല് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെൻ്റ് ആക്കി ചേർക്കാൻ സാധിക്കും. അങ്ങനെയാണ് ആ ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രൊവിഷനാണ്, ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ. ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ. സുപ്രീം കോർട്ടിൻ്റെ ഒരു നിയമം ഉണ്ടായിരുന്നു 1973 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ മാറ്റാൻ പാടില്ല എന്നുള്ളത്. അത് കേശവദാസ് ഭാരതിയും കാസർഗോഡ് ഈ എഡ്നീഡ് മുട്ടി എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് കേരളത്തിൻ്റെ സ്റ്റേറ്റുമായിട്ടുള്ളൊരു വേർഡിക്റ്റാണ്. അതിനകത്ത് ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് by the 86th Constitutional Amendment in 2002. This provision were added in the Constitution as Article 21A, Right to Education Act 2009. The Act ensure free and compulsory education to all children between the age of 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. The term secularism, socialism and integrity were inserted in the preamble of the Constitution through the 42nd Amendment of 1976. Some other changes were also brought in the Constitution through this amendment. Due to the significant changes brought by this amendment, it was also called the mini constitution. അതായത് സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി, ഇത് മൂന്നെണ്ണം ആഡ് ചെയ്ത ആ ഒരു അമെൻമെൻറ്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി when the rules are enforced, നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ, ലാൻഡ് റിഫോം ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ്ഡ് ഇൻ ദ കൺട്രി. ഭൂപരിഷ്കരണ നിയമം, അപ്പോൾ അത് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി. അതായത് സ്ത്രീധന നിരോധന നിയമം, അത് നിയമം ഉണ്ടെങ്കിൽ പോലും സ്ത്രീധനം ഇപ്പോഴും എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ ലോ എലോൺ. നിയമം കൊണ്ട് മാത്രം കള്ളുകുടിക്കൽ അല്ലെങ്കിൽ ഈ ഡ്രഗ് അഡിക്ഷൻ, ലഹരി ഉപയോഗം ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ജനങ്ങളും കൂടെ, പൗരന്മാരും കൂടി ശ്രമിക്കണം. ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. അതുമാത്രമല്ല, കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായിട്ടുള്ള ക്രൂരതകൾ, അതെല്ലാം നിയമം കൊണ്ട് മാത്രം നമുക്ക് ശരിയാക്കാൻ സാധിക്കില്ല. വാട്ട് ഡു യു അണ്ടർസ്റ്റുഡ് ബൈ റീഡിങ് ദ എബോവ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈൻസ് കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലായത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വേരിയസ് ചാലഞ്ചസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. ഇത് നമുക്ക് കാണിക്കുന്നത് എന്താണ്? നമ്മൾ നിയമം നടപ്പാക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെയാണ് ഈ ന്യൂസുകൾ കാണിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ? വാരിഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഒരു കാരണം. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡു നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ മുഴുവൻ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിൽ അല്ല പല നിയമനിർമ്മാണങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇഗ്നോറൻസ് ഓഫ് ലോ. നിയമത്തെ ഗൗനിക്കാതിരിക്കുക, നിയമം അനുസരിക്കാതിരിക്കുക. പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, ഫെയിലിയർ ടു എൻഫോഴ്സ് ലോ, മിസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ലോ. നിയമത്തെ വളച്ചൊടിക്കുക. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലുകൾ, ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വരുന്ന വീഴ്ചകൾ, ഇതെല്ലാം ഇതിന് കാരണമാണ്.
കാരണമാണ്. വി ആർ എ സൊസൈറ്റി വിത്ത് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. ഹൗവർ എവറി വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ടു ഒബേ ദ പബ്ലിക് ലോസ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള ആളുകളാണ്. എന്നിരുന്നാലും നമ്മളെല്ലാവരും നിയമത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ന്യൂ ലോസ് ആർ ഫോർമുലേറ്റഡ്, ക്രിറ്റിസിസം ആൻഡ് സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ദം ആർ ലൈക്ലി ടു അറൈസ്. പുതിയൊരു നിയമം നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ പല ചെറുത്തുനിൽപ്പുകളും ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഈസ് നാച്ചുറൽ ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഈ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി, ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. സച്ച് ഒബ്ജെക്ഷൻ ഷുഡ് ബി അപ്രോച്ച്ഡ് കോൺസ്റ്റിറ്റ്യൂഷണലി ആൻഡ് ഡെമോക്രാറ്റിക്കലി. ജനാധിപത്യപരമായിട്ടും ഭരണഘടനാപരമായിട്ടുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നേരിടേണ്ടത്. ഇൻ അവർ ഡൈവേഴ്സ് ആൻഡ് എക്സ്ട്രോജനസ് സൊസൈറ്റി ദ വാല്യൂസ് എൻഷൈൻസ് in the constitution need to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. നമ്മുടെ രാജ്യത്തെ ഒരു സോവർജിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് നയിക്കുന്നതിന് സാമൂഹികപരമായും വിജ്ഞാനപരമായിട്ടും മുൻപന്തിയിലുള്ള നമ്മളെ ജനത ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. നമുക്ക് മാത്രമേ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.